മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങളും അവർക്ക് ചെയ്യുവിൻ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യം അവർക്ക് ചെയ്യുവിൻ. നിങ്ങളോട് ആരും മിണ്ടുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന് നമ്മോടൊരു ആലോചനയുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ തന്നെ ആദ്യം അവരോട് സംസാരിക്കുക. ഇന്ന് നിങ്ങളോട് മിണ്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരോട് പിണക്കമായിരിക്കും, പിണക്കമാണ് എന്നുള്ള ചിന്തയിൽ ചില ബന്ധങ്ങൾ അകന്നിട്ടുണ്ടെങ്കിൽ അവർ മിണ്ടുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ യേശു പറയുന്നു, നിങ്ങൾ അവരോട് സംസാരിക്കുക. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കൊരു വിലയുമില്ല എന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ അവർ എന്നെ ഒന്ന് വിളിക്കട്ടെ, അവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരൊന്ന് സംസാരിക്കട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശു പറയുന്നു, നിങ്ങൾ അവരെ ആദ്യം സ്നേഹിക്കുക. അവർ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് മുന്നമേ തന്നെ നിങ്ങൾ അവരുടെ അടുക്കൽ ചെന്ന് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ദൂരത്തായിരുന്ന നമ്മെ പിതാവാം ദൈവത്തോട് അടുപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് യേശു ക്രൂശിൽ ചെയ്തത്. യേശു എന്താണ് ചെയ്തതെന്നോ? യേശു നമ്മെ ആദ്യം സ്നേഹിച്ചു. ആരാണ് ആദ്യം സ്നേഹിച്ചത്? യേശുവാണ് ആദ്യം സ്നേഹിച്ചത്. നാം അവനെ അല്ല, അവൻ നമ്മെയാണ് സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ ഒരു ചുവട് വയ്ക്കുമെങ്കിൽ, ഇന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഈ വിഷയത്തിൽ നിങ്ങളൊരു പരിഹാരം കാണും. ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ തന്നെ ഇപ്പോൾ പ്രതികരിക്കുക. നിങ്ങൾ തന്നെ ഇപ്പോൾ സംസാരിക്കുവാൻ മനസ്സ് വയ്ക്കുക. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ തന്നെ സ്നേഹിക്കുവാൻ മനസ്സ് വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, പിണക്കം പിശാചിന്റെ തന്ത്രമാണ്. ഭിന്നത ഉണ്ടാക്കുന്നത് അവന്റെ തന്ത്രമാണ്. നമ്മുടെ കർത്താവ് സമാധാനം ഉണ്ടാക്കുന്ന ശുശ്രൂഷയാണ് ഈ ഭൂമിയിൽ ചെയ്തത്. നമ്മുടെ കർത്താവിന്റെ ആഗ്രഹം നാം ഐക്യതയിൽ തികഞ്ഞവരാകണമെന്നാണ്. ആരോടും നിങ്ങൾ പിണങ്ങരുത്, നിങ്ങൾ ആരോടും പിറുപിറുക്കരുത്. ഇന്ന് പകൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ നിങ്ങൾ തന്നെ മനസ്സ് വയ്ക്കുക. ആരെയും കാത്തിരിക്കേണ്ട, നിങ്ങൾ തന്നെ ആദ്യം മനസ്സ് വെച്ച് ആ പ്രവൃത്തി ചെയ്യുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.